ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക ചാലഞ്ച്, ഒരു ദിവസം ഒരില, 4-ാം ദിവസം ഡേ 4 കോവലില ചമ്മന്തിയാണ്. ഇത് ചോറിൽ കൂട്ടി കഴിച്ചാണ്ടല്ലോ നല്ല സൂപ്പറാണ്. കോവലില ഉണ്ടല്ലോ പോഷകങ്ങളുടെ ഒരു ചെറു ഖനി തന്നെയാണ്. കോവലില ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല ഫ്രഷ് കോവലില പറിച്ചെടുത്തിട്ടുണ്ട്. കൂടെ ഒരു 4 കോവക്കയും എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ടൊന്ന് ഒലുമ്പിയെടുത്ത് വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. ഈ ചമ്മന്തിയിൽ എന്തൊക്കെ ചേർക്കണമെന്ന് നോക്കണ്ടേ. നാളികേരം ചിരകിയത് ഒരു വലിയ കപ്പ്, ഒരു തക്കാളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി ഒരു 5 അല്ലി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, നെല്ലിക്ക വലുപ്പത്തിൽ പുളി, 2 ഉണക്കമുളക്, കുറച്ച് കാന്താരിമുളക്, 1.5 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 സ്പൂൺ വെള്ള, പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും. ഇലയൊന്ന് ഒതുങ്ങാൻ വേണ്ടി നമുക്ക് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കാം. കോവൽ ഇല പ്രോട്ടീൻ, നാരുകൾ, കാർബോഹൈഡ്രേറ്റ് എന്നിവയുടെ നല്ല ഉറവിടമാണ്. വിറ്റാമിൻ എ, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ, ഫോളിക് ആസിഡ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കും. പിന്നെ കാൽഷ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് തുടങ്ങിയ ആവശ്യ ധാതുക്കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇല പറിച്ചപ്പോൾ കിട്ടിയതാണ്. എന്തായാലും ഈ 2-3 കോവയ്ക്കും കൂടി അതിലുണ്ട് അരിഞ്ഞ് ചേർക്കാം. ചിലപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഇലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായിട്ടുണ്ട്. ഇത്രയും പോഷകങ്ങൾ ഉള്ളതുകൊണ്ട് കോവൽ ഇല നിരവധി ഔഷധ ഗുണങ്ങൾക്കും പേരുകേട്ടതാണ്. കോവൽ ഇലക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. പ്രമേഹ നിയന്ത്രണത്തിന് വളരെ സഹായകമാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രമേഹമുള്ളവർ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഇലയുടെ പോഷകങ്ങളും ഗുണങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കോവലില അരിയലും കഴിഞ്ഞു. ഇനി ഒരു പാൻ വെച്ച് ഉണക്കമുളകും എള്ളും ഉഴുന്നുപരിപ്പും കൂടി ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. കർക്കിടകത്തിലാവുമ്പോൾ എള്ള് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ എള്ളിട്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഒന്ന് പതുക്കെ ഒരു വറവ് മണം വരാൻ വേണ്ടി വറുത്താൽ മതി. പൊടിയാനും ഉള്ളത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്, കരിയരുത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ പാൻ തന്നെ വെച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ഒരു 15 എണ്ണം ഇട്ട്, തക്കാളി അരിഞ്ഞത് ഇട്ട്, കുഞ്ഞു ഇഞ്ചി കഷ്ണവും വെളുത്തുള്ളിയും ഇട്ട്, പിന്നെ നമ്മുടെ കാന്താരി ഇല്ലാതെ എന്ത് ചമ്മന്തി. ഇപ്പോൾ എല്ലാം ഇട്ടു. ഇനി ഇതൊന്ന് പതുക്കെ വഴറ്റിയാൽ മതി കേട്ടോ, വല്ലാതെ ആവണ്ട. ഇനി അരിഞ്ഞു വെച്ച കോവലില ഇതിലേക്കിടാം. കോവക്കയും കൂടിക്കോട്ടെ. കോവലില ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ വേവിക്കേണ്ടതില്ല, എന്നാൽ ഒന്ന് വഴറ്റുന്നതാണ് നല്ലത്. ഇല അസംസ്കൃതമായി, അതായത് പച്ചയായി അരച്ചാൽ ചമ്മന്തിക്ക് ചെറിയ കയ്പും പച്ചമണവും വരാനിടയുണ്ട്. അതുകൊണ്ട് ഇല ചെറുതായി വേവിക്കുന്നതാണ് നല്ലത്. ഇല അല്പമൊന്ന് വാടിയാൽ മൃദുവാവുകയും അപ്പോൾ അരക്കാൻ എളുപ്പമാവുകയും ചെയ്യും. പിന്നുണ്ടല്ലോ, വഴറ്റുന്നത് കൊണ്ട് ഇലയിലെ ചില പോഷകങ്ങളെ ശരീരത്തിന് എളുപ്പത്തിൽ ലഭ്യമാക്കാനും സഹായിക്കും. ഇതിലേക്ക് വേണ്ട കല്ലുപ്പ് കൂടി അങ്ങോട്ട് ഇടാം, അത് അലിഞ്ഞു ചേർന്നോളും. കറിവേപ്പില ഇടാൻ മറന്നിരുന്നു, അതുകൂടി ഇടാം. ഇതിൻ്റെ കൂടെ അതൊന്നാണ് വഴന്നോളും. കറിവേപ്പില അരക്കുമ്പോൾ പച്ചക്ക് ചേർത്താലും മതി കേട്ടോ. ഇനി ഇതൊന്ന് പതുക്കെ വഴലുന്നുണ്ട്. ഇല ചുരുങ്ങി വരുന്നുണ്ട്. ചുരുങ്ങിക്കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു പ്രത്യേകത, ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും നമ്മുടെ ചർമ്മത്തിലെ അലർജി, ചൊറിച്ചിൽ എന്നിവയ്ക്കും ഗുണകരമാണ്. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ആയിട്ടുണ്ട്, ഇത്ര വാടിയാൽ മതി. ഇനി ഇത് വാങ്ങി വയ്ക്കാം. ചൂടാറിയ ശേഷം മറ്റൊരു പാത്രത്തിലേക്കിടാം. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് അമ്മയിലോ മിക്സിയിലോ ഏതിൽ വേണമെങ്കിലും അരച്ചെടുക്കാം. ചമ്മന്തി ആകുമ്പോൾ അമ്മയിൽ അരച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. നമുക്കെന്തായാലും അമ്മയിലൊന്നാണ്ട് അരക്കാം. അമ്മയും കുട്ടിയും കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ആദ്യം വറുത്ത് വെച്ച ഉഴുന്നുപരിപ്പും മുളകും എള്ളും കൂടി ഇടാം. ഇത് നനയുന്നതിന് മുമ്പ് ഒന്ന് പൊടിഞ്ഞോളും. ഇതിങ്ങനെ അരക്കുമ്പോൾ ഞാൻ ഓർക്കായിരുന്നു, നമ്മളമ്മമാരൊക്കെ എല്ലാ മസാലകളും ഇങ്ങനെയല്ലേ അരയ്ക്കുന്നത്. ഉണക്കമുളക്, മഞ്ഞൾ കഷ്ണങ്ങൾ ഉണക്കിയത്, എത്ര പ്രയാസപ്പെട്ടായിരിക്കും അവർ ഇതെല്ലാം അരച്ചിട്ടുണ്ടാവുക. മുളക് അരക്കുമ്പോൾ പാളുണ്ടാകും. പാള കൊണ്ട് ഇങ്ങനെ വടിച്ചെടുക്കും. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അരക്കുന്നവർക്കല്ലേ കയ്യിൻ്റെ എരിവറിയും. പിന്നെ കാണാൻ അവർ വെളിച്ചെണ്ണ പുരട്ടിടും കയ്യിൻ്റെ പുകച്ചിൽ മാറാനേ. ഇന്നിപ്പോൾ മിക്സിയിലിടുക, സ്പൂൺ കൊണ്ട് കോരിയെടുക്കുക. നമ്മുടെ കയ്യിലൊന്നും ആവുന്നില്ല. പക്ഷേ അന്നുണ്ടാക്കുന്ന ആ ചമ്മന്തിയുടെയും കറിയുടെയും കൂട്ടാനിൻ്റെയൊക്കെ രുചി ഉണ്ടല്ലോ, ഇന്നും നമ്മുടെ വായിൽ നിന്നും പോയിട്ടില്ല. ഇതിപ്പോൾ കുറച്ച് തരിയായി പൊടിഞ്ഞിട്ടുണ്ട്. ഇത്ര പൊടിഞ്ഞാൽ മതി, എന്നാലേ വായിലൊരു തരിപ്പൊക്കെ ഉണ്ടാവും. ഇനി വാട്ടി വെച്ച ഇലയും കൂട്ടുകളും ഉള്ളിയെല്ലാം ചേർത്തത് ഇതിലേക്കിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരക്കാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ മിക്സിയിലിട്ടോ, വേഗം അരഞ്ഞോളും, നന്നായി അരയും ചെയ്യും. എനിക്ക് വല്ലാതെ അരയുന്നതിനേക്കാളും കുറച്ച് അരയുന്നതാണ് ചമ്മന്തിക്ക് ഇഷ്ടം. അരയ്ക്കുമ്പോൾ കൈകൊണ്ട് ഒന്നിങ്ങനെ തട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഇനി കുറച്ച് ഉപ്പ് കൂടി കൂട്ടി അരച്ചാലേ ഇല അരക്കുമ്പോൾ പച്ചച്ചുവ ഇല്ലാതിരിക്കും. മുറിവുണാക്കാൻ കഴിവുള്ള ഈ കോവൽ രക്തശുദ്ധീകരണത്തിനും ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും ഉത്തമമാണ്.
അതുമാത്രമല്ല കരളിനെ സംരക്ഷിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. ഇപ്പോൾ കുറച്ചൊന്ന് അരഞ്ഞിട്ടുണ്ട്. ഇനി നാളികേരവും പുളിയും കൂട്ടി അരക്കാം. ഇത്രയും പോഷകങ്ങളും ഗുണങ്ങളുമാണ് കർക്കിടകത്തിൽ കോവൽ ഇലയെ പ്രത്യേകം ഉപയോഗിക്കാൻ കാരണം. ഇതെല്ലാം മുമ്പും നമ്മൾ ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അറിയാറില്ല. ഇനി നമുക്ക് ഗുണങ്ങൾ അറിഞ്ഞ് തന്നെ ഉണ്ടാക്കി കഴിക്കാം അല്ലേ. ഞാനിത് കുറച്ച് പരുക്കനായിട്ടാണ് കേട്ടോ അരക്കുന്നത്. വല്ലാതെ ചട്നി പരുവൊക്കെ ആകുന്നതിനേക്കാൾ നല്ലത് ചോറിലേക്ക് കഴിക്കാൻ ഇതുപോലെ പരുക്കനായിട്ട് പെരുതരിപ്പായിട്ട് അരക്കുന്നതാണ്. എനിക്കിഷ്ടം ഇങ്ങനെയാണ്. ഇനി ഇത് ചട്നി ആക്കണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ച് വെളിച്ചെണ്ണയിലൊന്ന് കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ അതാ നമ്മുടെ കോവയിലെ ചമ്മന്തി പാകത്തിന് അരഞ്ഞിട്ടുണ്ട്. ഇത്ര അരഞ്ഞാൽ മതി. ഇനി പതുക്കെ അങ്ങോട്ട് വടിച്ചെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടോ, വായിൽ നിന്ന് വെള്ളം വറ്റാൻ സാധ്യതയുണ്ട്. അത് കടിച്ച് പിടിക്കുക. ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇനി ഇത് പതുക്കെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതിൽ ഞാൻ ചേർത്ത പോലെ എള്ളും ഉഴുന്നും ഒന്നും ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉള്ളിയും കാന്താരിയും നാളികേരവും എന്തായാലും വേണം. ഇതാ ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഇനി ഈ അമ്മി കൊണ്ടൊരു പണിയുണ്ട്, അത് ഞാൻ കാണിക്കാം. പണ്ടത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ആ അമ്മിയിൽ ഇത്തിരി ചോറങ്ങോട്ട് ഇടും. ഇത്തിരി ചോറിട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കും. അമ്മിയിലുള്ള ആ ബാക്കിയുള്ള എല്ലാം അങ്ങോട്ട് വടിച്ചെടുക്കും. എന്നിട്ട് ഓരോ ഉരുളകളായിട്ട് അങ്ങോട്ട് ഉരുട്ടി കഴിച്ചാൽ ആ രുചിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അനുഭവിച്ച് തന്നെ അറിയണം. നമുക്കൊക്കെ ആ രുചിയായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞാണല്ലോ ഈ ചമ്മന്തി മാത്രം മതി ചോറിനാൻ. നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇത് ഐസൂന്, ഇതാമിക്ക്, ഇതാബിക്ക്, ഇതാണ് ഈ മോൾക്ക്, നമ്മളെ വല്യന്മാരുടെ രുചി. അപ്പോൾ കോവലിലെ ചമ്മന്തി കൂട്ടി അമ്മിച്ചോറ് കഴിച്ചു. അമ്മിയിൽ ഇങ്ങനെ ചോറിട്ട് കുഴച്ച് പണ്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ ചമ്മന്തി, ഉള്ളിച്ചമ്മന്തി, അതിലൊക്കെ നമ്മൾ ചോറ് അമ്മിയിലേക്കാണ് ഇടുക. അമ്മിയിൽ അരച്ച് ചോറിട്ട് ഇങ്ങോട്ട് വടിച്ചെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. കർക്കിടക ചാലഞ്ചിലെ മറ്റൊരു ഇലക്കറിയുമായി